ന്യൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോം ടൂർ വീഡിയോ അല്ലെങ്കിൽ ഒരു ഗാർഡൻ കാണിക്കുന്ന വീഡിയോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഒരിടം വരെ പോവുകയാണ്. നമ്മൾ തൊട്ടടുത്ത് താമസിച്ചിരുന്ന കൂട്ടരിപ്പോൾ വീട് പുതിയത് വെച്ചിട്ട് നമ്മൾ വീടിൻ്റെ കുറച്ച് അപ്പുറത്തോട്ട് പുതിയ വീട് വെച്ചിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അധികം ദൂരമൊന്നുമില്ല, കുറച്ചുകൊണ്ട് പോയാൽ മതി. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ വീടും അവിടുത്തെ ഗാർഡനൊക്കെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ വീടിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്, ഓട്ടോ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ അകത്തോട്ട് കയറിയിട്ട് ബാക്കി വീഡിയോയും കൂടി എടുത്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഞാനും ഉമ്മയും മക്കളുമാണ് കേട്ടോ പോന്നിട്ടുള്ളത്. നീനമോളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കയറാം. അപ്പോൾ നമ്മൾ കയറി ചെല്ലുന്നത് കാർ പാർക്കിംഗ് ഏരിയയിലൂടെ ഉണ്ടോ നമ്മൾ കയറിയിട്ടുള്ളത്. അപ്പോൾ അതിങ്ങനെ കയറുമ്പോൾ നടുവിലൂടെ വഴിയായിട്ടും അപ്പുറത്തായിട്ട് ഒരു ചെറിയൊരു അക്വേറിയം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ആ വെള്ളം വന്ന് ചാടുന്നതും പിന്നെ ഒത്തിരി മീനുകൾ അതിലുണ്ട് കേട്ടോ. പല തരത്തിലെ കളറുകളുള്ള മീനുകളും നമുക്കതിൽ കാണാൻ പറ്റുന്നുണ്ട്. കാണാൻ നല്ല രസമുണ്ട്. മക്കളതെല്ലാം നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. മീനുകളിങ്ങനെ വന്ന് ഇതാവുന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിനി സിറ്റ് ഔട്ടിലാണ് കേട്ടോ ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ അകത്തോട്ട് കയറാം കേട്ടോ. ഹാളിലോട്ട് കയറിയിട്ട് നമുക്ക് ബാക്കിയുള്ളതൊക്കെ കാണാം. അപ്പോൾ ഈ വീടിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇത് എന്ന് പറയുന്നത് മരം വെച്ചിട്ടാണ് എല്ലാ വർക്കുകളും ചെയ്തിട്ടുള്ളത്. എല്ലാ ഭാഗത്തും നമുക്ക് മരം വെച്ചിട്ടുള്ള ഫർണിച്ചർ ആയാലും ഒക്കെ നമുക്ക് മരം വെച്ചിട്ടാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഹാളിൽ നിന്ന് നമുക്ക് നോക്കിയാൽ സെറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നത് സിറ്റിംഗ് ഏരിയ ആണ്. ഇതൊക്കെ മരം വെച്ചിട്ട്, ഞാൻ പറഞ്ഞില്ല, മരം വെച്ചിട്ടാണ് ഒരുവിധമൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ സോഫ സെറ്റ് മാത്രമേ അങ്ങനെ ഒരു ഇതുള്ളൂ, അല്ലാതൊക്കെ മരം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ കുറേ മണി പ്ലാന്റ്സുകളും നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഹാളിൽ നിന്ന് വരുന്നത് തന്നെ നേരിട്ട് ഇപ്പുറത്ത് വരുന്നൊരു സിറ്റിംഗ് ഏരിയ, ഒരു ചെറുതായിട്ടുള്ളൊരു സിറ്റിംഗ് ഏരിയയും കൂടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തോട്ടൊരു നല്ല നീളത്തിലുള്ളൊരു റൂമായിട്ട് വരുന്നത് ഇത് നമസ്കാര റൂമാണ് കേട്ടോ. അപ്പോൾ അതും ഇവിടെ നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് മെയിനായിട്ട് കണ്ടില്ലേ, സ്റ്റെയറിൻ്റെ അവിടെ വരുന്നതൊക്കെ മരം കൊണ്ടുള്ള വർക്ക് തന്നെയാണ് കേട്ടോ. ഇതൊക്കെ മരം വെച്ചിട്ട് ചെയ്ത വർക്കുകൾ തന്നെയാണ് കൂടുതലും നമുക്ക് കാണാൻ പറ്റുന്നത്. ഡൈനിങ് ടേബിളും കാര്യങ്ങളും ഒക്കെ ഡൈനിങ് ഏരിയ ആണ് കേട്ടോ ഇത്. നമ്മളിത് മുകൾ ഭാഗത്തുനിന്ന് എടുത്തതാണ് കേട്ടോ. മുകൾ നിലയിൽ നിന്ന് താഴത്തോട്ട് നോക്കുമ്പോൾ ഫുൾ ഇതന്നെ മരം വെച്ചിട്ട് തന്നെയാണ് ഇവിടെ ഫുൾ വർക്ക് ചെയ്തിട്ടുള്ളത്. സ്റ്റെയറൊക്കെ ഇങ്ങനെ 2 സെറ്റായിട്ട് ചെയ്തൊക്കെയാണ്. മുകൾ ഭാഗത്ത് 3 ബെഡ്റൂമാണ്, താഴെ 3 ബെഡ്റൂമും. പിന്നെ നമ്മൾ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. കിച്ചണിലോട്ട് വരുമ്പോൾ കിച്ചണൊക്കെ സെറ്റ് ചെയ്തതൊക്കെ ഒന്ന് കാണാം.
അപ്പോൾ നമ്മൾ വീടിൻ്റെ അകമൊക്കെ കുറേശ്ശൊക്കെ നമ്മൾ വീഡിയോ എടുത്തു. ഇനി നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഗാർഡനൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കുറേ പ്ലാന്റ്സുകളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇവിടെയുള്ള കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ. നമുക്കതൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ ചെടികൾ മാത്രമല്ല കുറേ പച്ചക്കറികളും നമ്മൾ വീട്ടിൽ തന്നെ നട്ടുപിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അവിടെ ഒത്തിരി ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ വഴിയെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ചെടികൾക്കിടയിലൂടെയും പച്ചക്കറികൾ ഉണ്ട്, അതാണ് ഞാൻ അങ്ങനെ എടുക്കുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഫ്രൂട്ട് ഉണ്ടല്ലോ, ഇത് മിൽക്ക് ഫ്രൂട്ട് അറിയുന്ന ഒരു ഫ്രൂട്ടാണ്. അതിൻ്റെ പ്ലാന്റാണ് കേട്ടോ നമ്മളിവിടെ കാണുന്നത്. പിന്നെ ഈ കാണുന്ന ഇവിടെ പിന്നെ നമുക്ക് ഒത്തിരി കാണാൻ പറ്റുന്ന പപ്പായകൾ കേട്ടോ. പല തരത്തിലുള്ള പപ്പായകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പല ഷേപ്പിലുള്ള, നീളത്തിലുള്ളത്, നല്ല ഉരുണ്ടിട്ടുള്ളത്, അങ്ങനെ പല ഷേപ്പിലുള്ള പപ്പായകൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമ്മൾ കാണുന്നത് മാവ് പൂത്തതാണ് കേട്ടോ. അതായത് ബെഡ് ചെയ്ത് വെച്ച തൈകളായതുകൊണ്ട് മാവൊക്കെ പൂത്തിട്ടുണ്ട്. പിന്നെ കോവയ്ക്ക് ചെറുതായിട്ടൊരു പന്തലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സപ്പോട്ടയുടെ ഒരു മരമാണ് കേട്ടോ. ഇത് ഒരു സപ്പോട്ടയുടെ ഒരു മരമാണ്. പിന്നെ ഇതിൻ്റെ ഇപ്പുറത്തൊക്കെ ഒരുപാട് മൈലാഞ്ചി ചെടികൾ കുറേ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് മൈലാഞ്ചി ചെടികളുണ്ട്. പിന്നെ മുരിങ്ങയുടെ മരങ്ങൾ. പിന്നെ ഇത് കാണുന്ന കണ്ടില്ലേ, ചെറിയൊരു പ്ലാവാണ്. അതും ഒത്തിരി ചക്കയുള്ള കാരണം, വെയിറ്റ് കാരണം മറിയാൻ സാധ്യതയുള്ളത് കൊണ്ട് പ്ലാവിന് വണ്ണം കുറവാണ്. അപ്പോൾ അത് കയറ് വെച്ച് കെട്ടിയിട്ടുണ്ട്. ഒത്തിരി ചക്ക അതുമ്പോൾ കിടക്കുന്ന കാരണം വെയിറ്റ് താങ്ങാൻ കഴിയാതെ മറിയുന്നുള്ളത് കാരണം കയറ് വെച്ച് നല്ലോണം കെട്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്നറിയാം, മൾബറി എന്ന് പറയുന്ന എന്താണ്. അപ്പോൾ ഞാൻ മൾബറി കണ്ടിട്ടുള്ളത് സാധാ നമ്മളിത് പഴുത്ത് കഴിഞ്ഞാൽ ചുമന്ന് കറുത്ത കളറായിരുന്ന മൾബറിയാണ്. ഇത് ശരിക്കും ഇങ്ങനെ നല്ല നീളത്തിലുള്ളൊരു മൾബറിയാണ്. ഇത് പച്ച കളർ തന്നെ കേട്ടോ, പഴുത്തതാണ് ഇപ്പോൾ ഇത് സംഭവം. അത് കഴിക്കാനും നല്ല മധുരമുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ കാണുന്നൊരു ചാമ്പയാണ്, ചാമ്പക്ക. അപ്പോൾ അത് ഒരു ഇംഗ്ലീഷ് ചാമ്പ എന്നാണല്ലോ അതിന് പറയുന്നത്. അത് ഒത്തിരി വലിയ നീളം വെക്കുമെന്ന് പറഞ്ഞത്. നമ്മുടെ സാധാ ചാമ്പക്കൻ്റെയിലേറെ നല്ല നീളത്തിൽ വരും, നല്ലൊരു റോസ് കളറൊക്കെ ആയിട്ട്. അപ്പോൾ ആ ചാമ്പയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ഗേറ്റ് കയറി വരുമ്പോൾ ഒരു സൈഡിലുള്ള പ്ലാന്റുകളൊക്കെയാണ് കേട്ടോ ഇത് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ തൈ ഉണ്ടല്ലോ, ഈ പ്ലാന്റ് ഉണ്ടല്ലോ, ഇത് മിറാക്കിൾ ഫ്രൂട്ട് അറിയുന്ന പ്ലാന്റാണ്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് കേട്ടോ. ഇത് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കഴിച്ചാലും നമുക്ക് മധുരമായിട്ട് തോന്നും. അങ്ങനത്തെ ഒരു ഫ്രൂട്ടാണ്, ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.